ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണേ. ഇനി എന്താണ് ആദിലയുടെ പ്രോബ്ലം? അനീഷിനെ കാണുമ്പോൾ ആദിലയ്ക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. രാവിലെ തന്നെ നോക്കി നോക്കൂ, അനീഷ് അവിടെ കിടന്ന് നടക്കുമ്പോൾ ഇവർ നേരത്തോടെ എണീറ്റിട്ട് ആദിലയാണല്ലോ അവിടുത്തെ മെയിൻ ആൾ, ഇപ്പോൾ അവിടുത്തെ ഹെഡ് ആദിലയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തോടെ എണീക്കാനൊക്കെ അറിയാം അല്ലേ? മറ്റത് ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അനീഷ് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. നമ്മൾ സാധാരണ കാഷ്വൽ ടോക്കിംഗ് നടത്തില്ലേ? ഓ, നിങ്ങളിന്ന് നേരത്തോടെ എണീറ്റല്ലോ എന്നൊക്കെ പറഞ്ഞ് കാഷ്വൽ ടോക്കിംഗ് നടത്തുന്ന പോലെ അനീഷ് പറഞ്ഞതാണ്. അതിനിവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും എന്ന് തന്നെ പറയാം, കപ്പിൾസ്. അവർ രണ്ടുപേരും ദേഷ്യത്തിലിരുന്ന് ആദില പറയാത്തത് ഒന്നുമില്ല ഈ മനുഷ്യന്. താൻ 2 ഏക്കർ ഭൂമി വിറ്റിട്ടാണല്ലോ, നെൽപ്പാടവും ഗോതമ്പ് പാടം വിറ്റിട്ടാണല്ലോ താൻ ഇവിടെ ഒക്കെ വന്നിരിക്കുന്നത്. തൻ്റെ നാട്ടിൽ ചെന്ന് ചോദിച്ചറിയാം. യാതൊരുക്ക് എന്ത് വിവരമുണ്ട്? അയാളെ നാട് തൃശ്ശൂർ കോടനാട് എന്നൊരു സ്ഥലമാണെന്ന് പറയുന്നത്. കോടനാടോ ആണ് അല്ലേ? ആ നാട്ടിലെ എവിടെയാണ് ഈ ഗോതമ്പ് പാടം? നമ്മുടെ നാട്ടിലെവിടെയാണ് ഗോതമ്പ് പാടം? കേരളത്തിൽ. ഈ ആദിലയ്ക്ക് തലയ്ക്കകത്ത് എന്ത് വിവരമുണ്ട്? എന്തുണ്ട വിവരമുണ്ട് അവൾക്ക്? അവൾ അങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നെൽപ്പാടം ഓക്കെ, അത് വിറ്റിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്, താൻ PR വർക്ക് ചെയ്തിട്ടാണ്. എന്തിനാണ് ഇതൊക്കെ അവിടെ പറയുന്നത്? ഒരാൾ വന്നിങ്ങനെ സ്വന്തം ഉപ്പ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇയാളെ ഇത്രയും ദേഷ്യപ്പെടുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ അതാണ് പതിഞ്ഞിരിക്കുന്നത്. അതൊരു ഉപ്പാൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പെരുമാറാൻ പറ്റുമോ? ഒരാൾ കാര്യം പറയുമ്പം അത് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറുപടി പറയുക. എന്നല്ലാതെ ഇമാതിരി ഇറിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്. പിന്നെ എന്താ, കളിക്കിടയിൽ തൊപ്പി വലിച്ചെറിയുന്നു, അവരുടെ ടാസ്കിനിടയിൽ തൊപ്പി വലിച്ചെറിയുക. അയാളുടെ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്ദിനിക്കുട്ടിയായിട്ട്, അതായത് നമ്മുടെ അനുമോളായിട്ട് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തൊപ്പി എടുത്ത് വലിച്ചെറിയുക. പിന്നെ ഈ കാര്യം, രാവിലത്തെ കാര്യം തന്നെ ഷാനവാസിനോട് കൊണ്ട് കൊളത്തി കൊടുക്കുക. ഷാനവാസ് അയാൾക്ക് കണ്ടന്റ് കിട്ടാൻ തന്നെയാണ്. പിന്നെ ഷാനവാസ് അത് ഏറ്റിപ്പിടിച്ചു. പെങ്ങൾ കുട്ടിക്കാടുകൾ ഇറക്കിക്കൊണ്ടിരിക്കില്ലേ അവർ, ആംഗ്ലം പെങ്ങളല്ലേ. ഷാനവാസ് ഏറ്റിപ്പിടിച്ചിട്ട് അയാളുടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ പൊരിഞ്ഞ അടിയാണ് അവിടെ നടക്കുന്നത്.